ഹലോ, ഗുഡ് ഈവനിങ്. പ്രൈം ടൈമിലേക്ക് സ്വാഗതം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം സംഭവിച്ചിട്ട് 14 മാസങ്ങൾ കടന്നുപോയി. കേന്ദ്ര സഹായം വന്നു. 260 കോടി രൂപ, 56 ലക്ഷം രൂപയുടെ കിട്ടിയിട്ടുണ്ട്. 2221 കോടി ചോദിച്ചപ്പോഴാണ് നമുക്ക് ഇത്രയും കിട്ടി. ഏതാണ്ട് ഒരു 8% ചോദിച്ചതിൻ്റെ അത്രയും 8% കിട്ടി എന്നുള്ളതാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായതിനു ശേഷം ഉണ്ടായ ദുരന്തത്തിനൊക്കെ വാരി കോരി നൽകിയപ്പോൾ മുണ്ടക്കൈ ചൂരൽമലയ്ക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. അതിൻ്റെ വലിയ അമർഷത്തിലാണ് സംസ്ഥാനം. പ്രധാനമന്ത്രി ഈ ദുരന്തം നടന്ന സമയത്ത് വയനാട്ടിൽ വന്നിരുന്നു. മുണ്ടക്കൈയിലെ ദുരന്ത ദൃശ്യങ്ങളൊക്കെ അദ്ദേഹം കണ്ടു. ഈ പരിക്ക് പറ്റിയവരെ നേരിട്ട് സന്ദർശിച്ചു. എന്തിനും കൂടെയുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. നമ്മളെല്ലാവരും വിശ്വസിച്ചു. അവസാനം നമുക്ക് കിട്ടിയ സഹായം കണ്ടപ്പോൾ വളരെ ചെറുതായിപ്പോയി എന്ന് തോന്നുന്നു. പ്രൈം ടൈം ആരംഭിക്കുന്നു. ഹലോ, ഗുഡ് ഈവനിങ്. പ്രൈം ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. വനിതാ ലോകകപ്പിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് മത്സരത്തിനിടെ വിവാദ പ്രസ്താവനയുമായി കമന്റേറ്റർ. പാക് അധിനിവേശ കാശ്മീരിനെ ആസാദ് കാശ്മീർ എന്ന കമന്റേറ്റർ സന മീർ വിശേഷിപ്പിച്ചു. പാകിസ്ഥാൻ മുൻ താരം കൂടിയാണ് സന മീർ. നമുക്ക് ആദ്യം ആ കമൻട്രി ഒന്ന് കാണാം. നിങ്ങൾക്കറിയുന്നത് പോലെ അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം ഇന്ത്യയെ ആക്രമിച്ചു കയറാൻ പാകിസ്ഥാൻ നടത്തിയ ശ്രമം, ഈ കാശ്മീരിനെ ആക്രമിച്ച ശ്രമം, കാശ്മീർ ഇന്ത്യയോട് ചേരാൻ തീരുമാനിച്ചു. അപ്പോൾ പാകിസ്ഥാൻ പിടിച്ചുവെച്ച പ്രദേശമാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീർ എന്ന് പാകിസ്ഥാൻ പറയുന്ന ഭാഷയിൽ ആസാദ് കാശ്മീർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ അന്നത്തെ ഒരു തീരുമാനമായിരുന്നു ഇന്ത്യയോട് ചേരുക എന്നുള്ളത്. അതിൽ നിന്ന് വിഘടിച്ചു മാറി പാകിസ്ഥാൻ പിൻബലത്തോടെ മാറി നിന്ന ഈ പ്രദേശം ഇപ്പോൾ ഒരു കമൻറ്റിൽ വിവാദമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ പ്രതിഷേധമുണ്ടാക്കിയ ഒരു പരാമർശമാണ് ഈ സന മീർ നടത്തിയത്. ഒരു പാകിസ്ഥാനിലെ മുൻ താരമാണ്, വളരെ അറിയപ്പെട്ട ആളാണ്, അറിയപ്പെട്ട കമൻറ്റേറ്ററുമാണ്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ശ്രീജിത്ത്, കടുത്ത പ്രതിഷേധം ക്ഷണിച്ചു വരുന്ന ഒരു പരാമർശമാണ് ഇത്തരമൊരു കമൻട്രിക്കിടയിൽ അവർ വെച്ച് കാച്ചിക്കളഞ്ഞത്. പറയൂ. തീർച്ചയായും എസ് കെ, നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം അത്ര നല്ല നിലയ്ക്കല്ല കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ ഏഷ്യ കപ്പിലും അങ്ങനെ തന്നെയായിരുന്നു. ഏഷ്യ കപ്പിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായി. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ആ വിവാദങ്ങളുടെ തുടർച്ച എന്നോണം, അല്ലെങ്കിൽ ആ വിവാദങ്ങൾ നിലനിർത്തണമെന്ന് പാകിസ്ഥാൻ ആഗ്രഹം ഉണ്ട് എന്ന രൂപത്തിലാണ് ഇപ്പോൾ സന മീറിൻ്റെ ഈ കമൻട്രി വന്നിട്ടുള്ളത്. സന മീർ ഒട്ടും ചെറിയൊരു ആളല്ല. കാരണം ICCയുടെ ഹോൾ ഓഫ് ഫെയിമിൽ വന്നിട്ടുള്ള ഒരുപക്ഷെ പാകിസ്ഥാനിലെ ഏറ്റവും പ്രശസ്തിയായ താരം കൂടിയാണ്. അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന താരമാണ്. അന്താരാഷ്ട്ര കമൻട്രിയിൽ വലിയ പേരെടുത്ത ആൾ കൂടിയാണ് സന മീർ. ആ സന മീറാണ് ഇപ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള മത്സരത്തിനിടയിൽ നതാലിയ പർവൈസ് എന്ന താരത്തിൻ്റെ പ്രകടനത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്നത്. നമുക്കറിയാം, ഇന്ത്യ ഒരിക്കലും ആസാദി കശ്മീർ എന്നുള്ളൂ, കശ്മീരിനെ എല്ലാ കാലവും ഇന്ത്യയുടെ ഭാഗമായാണ് ഇന്ത്യ കാണാറുള്ളത്. അന്താരാഷ്ട്ര തലത്തിൽ അതിനെ പാക് ഒക്യുപൈഡ് കാശ്മീർ എന്നും പാക് അധീന കശ്മീർ എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. അത് മാത്രമല്ല, പാക് അഡ്മിനിസ്ട്രേറ്റീവ് കശ്മീർ എന്നാണ് മറ്റൊരു തലത്തിൽ, അന്താരാഷ്ട്ര തലത്തിൽ വലിയ രൂപത്തിലൊക്കെ അതിനെ വ്യാഖ്യാനിക്കുന്നത്. പാകിസ്ഥാന്റെ കൂടി നിയന്ത്രണമുള്ള, പാകിസ്ഥാന് ഭരിക്കാൻ അവകാശം നൽകിയിട്ടുള്ള ഒരു കശ്മീർ എന്നാണ് അന്താരാഷ്ട്ര തലത്തിൽ അതിനെ വിശേഷിപ്പിക്കുന്നത്. അതിനെ പാക് അഡ്മിനിസ്ട്രേറ്റീവ് കശ്മീർ എന്നാണ് പറയുന്നത്. ഒരിക്കലും ആസാദ് കശ്മീർ എന്ന പ്രയോഗം ഇന്ത്യയോ മറ്റ് ലോകരാജ്യങ്ങളോ പാക് ഒക്കുപൈഡ് കാശ്മീരിനെ വിശേഷിപ്പിക്കാറില്ല. ഇന്ത്യ അതിനെ അംഗീകരിക്കും എന്നുമില്ല. ആസാദ് കശ്മീർ എന്നുള്ള പ്രയോഗം ഇന്ത്യ ഒരു കാലത്തും അംഗീകരിക്കുന്നതല്ല. അങ്ങനെ ഒരു പ്രയോഗമാണ്, അങ്ങനെ ഒരു പരാമർശമാണ് ഇപ്പോൾ സന മീറിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ ICCയിലേക്ക് അടക്കം ഇന്ത്യ BCCI ഇപ്പോൾ ICCക്ക് പരാതി നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇനി ഒക്ടോബർ 5-ാം തീയതി ഇന്ത്യയും പാകിസ്ഥാനും 2 വനിതാ ടീമുകൾ ഏകദിന ലോകകപ്പിൽ മത്സരിക്കാനിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ ഏഷ്യ കപ്പിന്റെ തുടർച്ച എന്നോണം ഈ വരാൻ പോകുന്ന ഒക്ടോബർ 5-ന് നടക്കാൻ പോകുന്ന ഇന്ത്യ പാകിസ്ഥാൻ വനിതാ ഏകദിന മത്സരവും വലിയ രൂപത്തിൽ വിവാദങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത് തിരികൊളുത്തുന്ന ഒരു പരാമർശമാണ് ഇപ്പോൾ സന മീറിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും BCCI ഇക്കാര്യത്തിൽ വലിയ പരാതി നൽകിയിട്ടുണ്ട്. BCCയുടെ കഴിഞ്ഞ ഇന്ത്യ ഏഷ്യ കപ്പിൽ മത്സരിച്ചപ്പോൾ ഉണ്ടായ പരാതികളൊക്കെ അവിടെ നിലനിൽക്കുകയാണ്. പാകിസ്ഥാൻ താരങ്ങളുടെ ഭാഗത്തുണ്ടായ വലിയ പ്രകോപനം, അതിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ പരാമർശിച്ചുകൊണ്ടാണ് അവരുടെ പ്രകോപനപരമായ ആംഗ്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നത്. ആ പരാതികൾ നിലനിൽക്കുന്നു. ആ പരാതികളിൽ പാകിസ്ഥാൻ താരങ്ങൾക്കെതിരെ വലിയ നടപടി ഉണ്ടാകുന്ന സൂചനകളിലേക്ക് പോകുന്നു. അതിനപ്പുറത്തേക്കാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പേരെടുത്ത താരമായിരുന്നു
ഇപ്പോൾ കമന്റേറ്ററാണ്. ICCയുടെ ഹോൾ ഓഫ് ഫെയിമിൽ വന്നിട്ടുള്ള മുൻ താരമാണ്. ആ താരമാണ് സനാമീർ. സനാമീറിന്റെ ഭാഗത്താണ് ഇപ്പോൾ അസാദ് കശ്മീർ എന്നുള്ള പരാമർശം ഉണ്ടായിട്ടുള്ളത്. അസാദ് കശ്മീരിൽ കളിച്ചു വളർന്ന ഒരു താരമാണ് നതാലിയ പർവീസ്. അവരാണ് ഇപ്പോൾ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊരു വലിയ രൂപത്തിലുള്ള കമന്ററി. ഒരുപക്ഷെ കമന്ററി എന്ന് പറയുന്നത് ക്രിക്കറ്റിനെ സംബന്ധിച്ച് വലിയ രൂപത്തിൽ വലിയ പ്രാധാന്യത്തോടെ കാണുന്നതാണ്. താരങ്ങളെക്കുറിച്ചും കളിയെക്കുറിച്ചും വലിയ രൂപത്തിൽ അതിൻ്റെ നയപരവും അതിൻ്റെ കളിയുടെ എല്ലാ വശങ്ങളെയും പരിശോധിച്ചുകൊണ്ട് പറയുന്ന വിലയിരുത്തലായിട്ടാണ് കമന്ററി കാണുന്നത്. ആ കമന്ററിയിലാണ് അസാദ് കശ്മീർ എന്നുള്ള പേര് പരാമർശിച്ചുകൊണ്ട് സനാമീറിന്റെ പരാമർശം ഉണ്ടായിട്ടുള്ളത്. വലിയ രൂപത്തിലുള്ള വിമർശനം ഇക്കാര്യത്തിൽ ക്രിക്കറ്റ് ലോകത്തു നിന്നും രാഷ്ട്രീയ ലോകത്തു നിന്നും ഉണ്ടായിക്കഴിഞ്ഞു. SKN. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത് ബാലകൃഷ്ണൻ. എന്തായാലും സനാമീറിന്റെ കമന്ററിയിലെ പരാമർശം വലിയ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്ന പരാമർശമാണ് അവർ നടത്തിയത്. കളിക്കിടയിൽ രാഷ്ട്രീയം കുത്തിക്കലർത്തിയ ഈ താരം എന്നുള്ളത് നമ്മളെ വല്ലാത്ത കോപാകുലരാക്കുന്നു എന്നതാണ് സംശയം. ഇന്ന് പാകിസ്ഥാന് മുന്നറിയിപ്പുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്ത് വന്നു. ഗുജറാത്ത് അതിർത്തിയിലെ ക്രീക്കിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചാൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകി. സർ ക്രീക്കിലൂടെ കറാച്ചിയിലേക്ക് വഴിയുണ്ടെന്ന് പാകിസ്ഥാൻ ഓർക്കണമെന്നും പ്രതിരോധ മന്ത്രി പാകിസ്ഥാനെ ഓർമ്മിപ്പിച്ചു. ഗുജറാത്ത് പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ചതുപ്പ് മേഖലയായ സർ ക്രീക്കിൽ പാകിസ്ഥാൻ അതിർത്തി തർക്കമുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. മേഖലയിൽ പാകിസ്ഥാൻ സൈന്യം അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നു. സർ ക്രീക്ക് മേഖലയിൽ പാകിസ്ഥാൻ ദുസ്സാഹസത്തിന് ശ്രമിച്ചാൽ തക്കതായ തിരിച്ചടി നൽകുമെന്നും രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകി. सर क्रीक इलाके में सीमा को लेकर एक विवाद खड़ा किया जाता है. भारत ने कई बार बातचीत के रास्ते इसका समाधान करने का प्रयास किया है, मगर पाकिस्तान की नीयत में खोट है. उसकी नीयत साफ नहीं है. ചർച്ചകളിലൂടെ ഈ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യ ശ്രമിച്ചെങ്കിലും പാകിസ്ഥാൻ അതെല്ലാം അവഗണിച്ചു. ഇന്ത്യൻ സൈന്യവും BSFും അതീവ ജാഗ്രതയോടെ പ്രവർത്തിക്കുകയാണെന്നും രാജ്നാഥ് സിംഗ്. कभी ये चुनौतियां बाहरी आक्रमण के रूप में सामने आती हैं, कभी आतंकी संगठनों के रूप में आती हैं, और आजकल तो साइबर वार और इंफॉर्मेशन वार के रूप में भी चुनौतियां आ रही हैं. 1965 യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യം ലാഹോറിലെത്തിയിരുന്നു. ഇന്ന് കറാച്ചിയിലേക്കുള്ള ഒരു വഴി സർ ക്രീക്കിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് പാകിസ്ഥാൻ ഓർക്കണമെന്നും പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകി. 24 ഡൽഹി. മറ്റൊരു കാര്യം, നമ്മുടെ കമന്റ് ബോക്സിൽ അലി അക്ബർ ചോദിക്കുന്നു, അദ്ദേഹത്തിന് അറിയേണ്ട കാര്യം, ഞാൻ പുട്ടിയിടാറുണ്ടോ എന്ന് ചോദിക്കുന്നു. അദ്ദേഹത്തിന് അറിയേണ്ട കാര്യം നമ്മുടെ മേക്കപ്പിൻ്റെ കാര്യം. രാവിലെ പുട്ടിയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ AV ജയശങ്കർ ഒരു വാർത്ത അറിയിക്കുന്നു. കോന്നി ചെമ്പനരുവി കടമ്പാറ മേഖലയിൽ ജനവാസ മേഖലയാണിത്. ഇവിടെ കാട്ടാന ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ ദൃശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഈ കാണുന്നതാണ് എൻ്റെ ദൃശ്യം. കണ്ടില്ലേ, കാട്ടാന മുറുകാങ്കട തിരക്കി പോകുന്ന പോലെ പോവുകയാണ് കാട്ടാന. എന്താ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? നമ്മളിപ്പോൾ വണ്ടിയൊക്കെ ഓടിച്ച് വഴിയെ പോകുന്ന സമയത്ത് വളവ് തിരിഞ്ഞ് ചെല്ലുമ്പോൾ ഒരു കറുത്ത എന്തോ ഒരു സാധനം നിൽക്കുന്നു തോന്നിയാൽ ചിലപ്പോൾ ഇതിൻ്റെ പിൻഭാഗത്ത് നിന്ന് മുട്ടിയെന്നിരിക്കും. അങ്ങനെയുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ഇതിൻ്റെ വാർത്തയുമായി AV ജയശങ്കർ അല്പസമയത്തിനകം ചേരും. ജയശങ്കറെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കോന്നിയിൽ നിന്ന്. പാക് അധീന കാശ്മീരിൽ പ്രതിഷേധം രൂക്ഷമായി തുടരുന്നുവെന്ന വാർത്ത. പ്രതിഷേധക്കാർക്ക് നേരെ നടത്തിയ വെടിവയ്പിൽ 12 പേർ മരിച്ചു എന്നാണ് റിപ്പോർട്ട്. 200 ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ പ്രദേശത്തെ വൈദ്യുതിയും ഇന്റർനെറ്റും വിച്ഛേദിച്ചു കഴിഞ്ഞു. കൂടുതൽ സൈന്യത്തെ എത്തിച്ച് പ്രതിഷേധം അടിച്ചമർത്താൻ ശ്രമം നടക്കുന്നുണ്ട്. जब हमारे मसाइल हल नहीं हुए तो हम मजबूरी हालत मजबूरी आज हम रोडों पे हैं. രാഷ്ട്രീയവും സാമ്പത്തികവുമായ അവഗണനയ്ക്കെതിരെ പാക് അധീന കശ്മീരിൽ ആരംഭിച്ച ജനകീയ പ്രതിഷേധം 3-ാം ദിവസവും അതീവ രൂക്ഷമായി തുടരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള പ്രത്യേക അലവൻസുകൾ അവസാനിപ്പിക്കുക, കശ്മീരി അഭയാർത്ഥികൾക്കായി സംവരണം ചെയ്തിട്ടുള്ള പാക് അധീന കശ്മീരിലെ 12 നിയമസഭാ സീറ്റുകൾ നിർത്തലാക്കുക തുടങ്ങിയ 38 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. മുസഫറാബാദ്, മിർപൂർ, പൂഞ്ച്, നീലം, ഭീംബർ, പാലന്ത്രി എന്നീ മേഖലകൾ പ്രതിഷേധത്തിൽ സ്തംഭിച്ചു. പ്രതിഷേധത്തെ നേരിടാൻ മേഖലയിലേക്കുള്ള വൈദ്യുതി ഇന്റർനെറ്റ് ബന്ധങ്ങൾ ഭരണകൂടം വിച്ഛേദിച്ചു. റോഡുകൾ വലിയ കണ്ടെയ്നറുകളും വാഹനങ്ങളും ഉപയോഗിച്ച് അടച്ചു. ഇതെല്ലാം മറികടന്ന് മുന്നേറിയതോടെ പ്രതിഷേധക്കാർക്ക് നേരെ പാക് സൈന്യം വെടിയുതിർത്തു. 12 പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവരിൽ പോലീസുകാരും ഉൾപ്പെടുന്നു. 200-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ കൂടുതൽ സൈനികരെ വ്യോമമാർഗം മേഖലയിലേക്ക് എത്തിച്ചു. 24 ഡൽഹി. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി. സണ്ണി പറയുന്നു, ഈ വിജയമല്ലിയാണ് ഈ കാര്യമെല്ലാം കുഴപ്പമുണ്ടാക്കിയത്. അദ്ദേഹം എന്തിനാണ് ഈ അയ്യപ്പന് സ്വർണം കൊടുത്ത് ഈ പോറ്റിമാർക്ക് പ്രലോഭനം ഉണ്ടാക്കിയെന്നാണ് ചോദ്യം. പോറ്റിമാരെ പോറ്റിയതിനി വിജയമല്ലിയാണെന്ന് പറഞ്ഞു വെച്ചുള്ളായത്.
ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കോന്നി ചെമ്പനരുവി കടമ്പാറ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് ഈ പ്രദേശത്തിറങ്ങിയ കാട്ടാന കുറേ കൃഷി നശിപ്പിച്ചുവെന്ന് ജയശങ്കർ പറയുന്നു. നമുക്ക് ആ ദൃശ്യം ഒന്നുകൂടെ കാണാം. വി ജയശങ്കർ നമുക്കൊപ്പം ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന്. പക്ഷേ ആന ഒരു ഐശ്വര്യമുള്ള സാധനമാണ്, കണ്ടുകൊണ്ടിരിക്കാൻ രസമാണ്. കണ്ണ് നിറയെ നമുക്ക് കാണാം, വലിപ്പമുണ്ട്, ആകാര ഭംഗിയുണ്ട്. അപ്പോൾ ജയശങ്കർ, വിവരങ്ങൾ. ജയശങ്കർ ആ വഴി എങ്ങനെ പോയോ? കഴിഞ്ഞ ദിവസം പുലർച്ചയോടുകൂടിയാണ് ഈ ചെമ്പനരുവി പ്രദേശത്തൊക്കെ തന്നെ കാട്ടാന ഇറങ്ങിയത്. വനമേഖലയിൽ നിന്ന് 1 കിലോമീറ്ററോളം യാത്ര ചെയ്താണ് ജനവാസ മേഖലയിൽ ഈ ആന എത്തിയത്. പ്രദേശത്ത് വ്യാപകമായി കൃഷി ഉൾപ്പെടെ നശിപ്പിച്ചാണ് ആന കാട് കയറിയത്. നമ്മൾ മുമ്പും സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ കോന്നിയിലും പരിസര പ്രദേശത്തൊക്കെ നിരന്തരമായി കാട്ടാനകൾ ഇറങ്ങുകയും വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന ഒരു സ്ഥിര സംഭവമാണ്. ഈ വേനൽക്കാലമൊക്കെ മാറി മൺസൂൺ വന്നു, മൺസൂൺ കഴിയാനായി ഇപ്പോൾ. പക്ഷേ അപ്പോൾ പോലും ഈ പ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ തന്നെ വലിയ ഭീതിയിലാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം ഇറങ്ങി കാട്ടാന ജനവാസ മേഖലയിലെത്തി കൃഷിയൊക്കെ നശിപ്പിച്ച് ആവശ്യത്തിന് ഭക്ഷണമൊക്കെ കഴിച്ച് തിരികെ കാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. പ്രദേശത്തുള്ള ആളുകളൊക്കെ വലിയ പേടിയിലാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധനയൊക്കെ നടത്തി മടങ്ങുന്നുണ്ട്. അത് സ്ഥിരം കലാപരിപാടിയായി മാറുകയാണ്. അതിനപ്പുറത്തേക്ക് ആന സ്ഥിരം രാവിലെ ആനയെ കണി കണ്ട് ഉണരേണ്ട ഒരു ഭീതിയിലാണ് ഈ പ്രദേശത്തെ ആളുകൾ. ഓക്കെ, താങ്ക് യു ജയശങ്കർ. എന്തായാലും ജനങ്ങൾ, പ്രത്യേകിച്ച് വനമേഖലയ്ക്ക് അടുത്ത് താമസിക്കുന്ന ജനങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വാതിൽ തുറക്കുന്നതിന് മുമ്പ് ജനാലയിലൂടെയൊക്കെ നോക്കണം എന്താ സംഭവിക്കുന്നതെന്ന് ഒരു പിടിയുമില്ലാത്ത അവസ്ഥയുണ്ട് ഇപ്പോൾ അവിടെയൊക്കെ. വിനോദ് കുമാർ ചോദിക്കുന്നു, കേന്ദ്രം നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ജനങ്ങളിൽ കൃത്യമായി എത്തുന്നുണ്ടെന്ന് 24 പറയാൻ കഴിയുമോ? അതെനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഏകദേശം ഈ കേന്ദ്രത്തിൻ്റെ സഹായങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ 24 സംപ്രേഷണം ചെയ്യാറുണ്ട് എന്നത് നേരാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 2 ബിരുദന്മാർ ചെയ്ത കാര്യമാണ്. കണ്ണൂരിലെ PSC പരീക്ഷയിൽ ഹൈടെക് കോപ്പിയടി നടന്ന സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അതിൻ്റെ ചുരുളഴിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ പോലീസ്. കണ്ണൂർ SP പ്രദീപൻ കണ്ണിപ്പൊയിലിന് അന്വേഷണ ചുമതലയുണ്ട്. പ്രതികളായ സഗത്, സബീൽ എന്നിവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു. റിമാൻഡിലുള്ള പ്രതികൾക്കായി നാളെ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ വരുന്നു. സംഘത്തിൽ കൂടുതൽ പേരുണ്ടോ എന്നാണ് സംശയം. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് വാർത്തയുമായി അരുൺ പൂപ്പറമ്പ് തത്സമയം കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. അരുൺ, യഥാർത്ഥത്തിൽ ഈ കോപ്പിയടി വീരന്മാർ അത്യാധുനിക സാങ്കേതിക സാധ്യതകളൊക്കെ ഉപയോഗിച്ച് കോപ്പിയടിച്ചു. അത് പുറത്തറിഞ്ഞിരുന്നില്ലെങ്കിൽ ഒരുപക്ഷേ പല കുട്ടികളും അത് മോഡലാക്കിയെന്നെ. ശരിക്കും അവരുടെ കോപ്പിയടിയുടെ വിശദാംശങ്ങൾ കൂടി പ്രേക്ഷകർക്ക് ഒന്നുകൂടെ കിട്ടാൻ വേണ്ടി ഒന്ന് പറഞ്ഞോളൂ. ഒരുപക്ഷെ സംസ്ഥാനത്ത് ആദ്യമായിട്ടായിരിക്കും PSC പരീക്ഷയിൽ ഇത്ര ഹൈടെക് മാർഗത്തിലൊക്കെ ഒരു കോപ്പിയടി നടന്നിട്ടുണ്ടാവുക. ഇതിനു മുമ്പ് അത്തരം സംഭവങ്ങൾ ഉള്ളതായി ഇത്തരം രീതിയിലുള്ള ഒരു കോപ്പിയടി ഉണ്ടായിട്ടില്ല. എന്തായാലും അത് നടത്തിയത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ആധുനിക സംവിധാനങ്ങളുടെയൊക്കെ സാധ്യതകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അത്തരം ഒരു കോപ്പിയടി നടത്തിയത്. അതിലാദ്യം പിടിയിലായത്, ഈ പരീക്ഷാ ഹാളിൽ പിടിയിലായത് പെർളശ്ശേരി സ്വദേശിയായിട്ടുള്ള സഹദാണ്. പിന്നീട് ഈ സഹദിനെ സഹായിച്ചിട്ടുള്ള കൂട്ടാളി സബീലിനെയും, പെർളശ്ശേരി സ്വദേശിയായിട്ടുള്ള സബീലിനെയും പോലീസ് പിടികൂടി. അവർ കോപ്പിയടിക്കായി ഉപയോഗിച്ചിട്ടുള്ള രീതി ഇങ്ങനെയാണ്. ഇതിൽ 2 ഉപകരണങ്ങളാണ് ഇവർ പ്രധാനമായും കോപ്പിയടിക്കായി ഉപയോഗിച്ചത്. അതൊന്ന് ഈ ലൈവ് ഡിവൈസ് ഉള്ള മൈക്രോ ക്യാമറയാണ്. ഈ മൈക്രോ ക്യാമറ പരീക്ഷാ ഹാളിൽ ഉണ്ടായിരുന്ന സഹദ് ഈ ഷർട്ടിൻ്റെ ബട്ടണിൽ ഘടിപ്പിക്കുന്നു. അതിനുശേഷം ഈ ചോദ്യ പേപ്പറിലെ ദൃശ്യങ്ങൾ ഈ ക്യാമറയിലൂടെ അതിൽ ക്യാപ്ചർ ചെയ്യുന്നു, അത് പതിപ്പിക്കുന്നു. അതിനുശേഷം ഇത് ലൈവായി ഈ കൂട്ടാളിയായിട്ടുള്ള പെർളശ്ശേരിയിലെ വീട്ടിലിരിക്കുന്ന ഈ സബീലിന് ഈ ദൃശ്യങ്ങൾ കൈമാറുന്നു. ലൈവ് ഡിവൈസിലൂടെ ഇത് കൈമാറുന്നു. സബീൽ ഇതിന് ശേഷം ഈ ചോദ്യങ്ങളുടെ ഉത്തരം ശേഖരിച്ചതിന് ശേഷം ഈ സഹദിന്, ഈ പരീക്ഷാ ഹാളിലുള്ള സഹദിൻ്റെ ചെവിയിൽ ഒരു മൈക്രോ ഹെഡ്സെറ്റ് ഉണ്ട്. ആ ഹെഡ്സെറ്റിലൂടെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഈ രീതിയാണ് ഇവർ ആവിഷ്കരിച്ചത്. അതിൽ സംശയം തോന്നി PSC വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. ഇതിന് മുമ്പും ചോദ്യങ്ങൾ മനസ്സിലാക്കുന്നു, അത് ഇന്റർനെറ്റുമായി കണക്ട് ചെയ്യുന്നു. വീട്ടിലിരുന്ന് ചോദ്യങ്ങൾ മനസ്സിലാക്കുന്ന കോപ്പിയടി വീരൻ അതിനുള്ള ഉത്തരങ്ങൾ തയ്യാറാക്കുന്നു. അയാൾ ചെവിയിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന യന്ത്രസാമഗ്രി വെച്ച് അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അയാൾ ഉത്തര പേപ്പറിലേക്ക് എഴുതുന്നു, മുഴുവൻ മാർക്ക് ലഭിക്കുന്നു. അതാണല്ലോ ക്ലാരിറ്റി. പറഞ്ഞോളൂ. തീർച്ചയായും അത്രയും കാര്യങ്ങൾക്ക് ഇപ്പോൾ പോലീസിന് ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ടുണ്ട്. അവർ എങ്ങനെയാണ് ഈ കോപ്പിയടി ആവിഷ്കരിച്ചതെന്ന ആ ഹൈടെക് മാർഗം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അറിയേണ്ടത്, ഇവർ
മറ്റുള്ളവർക്ക് വേണ്ടി ഇത്തരം മാർഗങ്ങൾ ഈ ഹൈടെക് രീതി ആവിഷ്കരിച്ചു നൽകിയിട്ടുണ്ടോ? ഇവർ ഇതിൽ സബീൽ പിടിയിലായിട്ടുള്ള സബീൽ IT ജീവനക്കാരനാണ്, ഇത്തരം കാര്യങ്ങളിൽ പരിജ്ഞാനമുള്ള ആളാണ്. ഇവർ മറ്റുള്ളവർക്ക് വേണ്ടി ഇത് ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്ന കാര്യം അറിയണം. ഈ സംഘത്തിൽ കൂടുതൽ പേരുണ്ടോ? ഇവർ രണ്ടുപേർ മാത്രമല്ല, കൂടുതൽ ആൾക്കാർ ഇതൊരു നെക്സസായൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യം അറിയണം. ഇത്തരം കാര്യങ്ങൾ എല്ലാം ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം ഇവരെ റിമാൻഡ് ചെയ്തു. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പറഞ്ഞിട്ടുള്ളത് ഇവർ രണ്ടുപേർ മാത്രമേ ഉള്ളൂ, കൂടുതൽ ആൾക്കാരില്ല, ആർക്ക് വേണ്ടിയെങ്കിലും ഇത്തരം മാർഗങ്ങൾ ആവിഷ്കരിച്ചു കൊടുത്തിട്ടില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നത് പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതിനാണ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങുന്നത്, ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നത്. ഇതിന്റെ ചുരുളഴിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ച് പോലീസ് ആരംഭിക്കുകയാണ്. ഓക്കെ, താങ്ക് യു അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമലയിൽ എത്തുന്നു. ഈ സന്ദർശനം അടുത്തയാഴ്ച തീരുമാനമാകുമെന്ന് അറിയുന്നു. ഇപ്പോൾ ഗവൺമെൻറ്, സംസ്ഥാന സർക്കാർ പറയുന്നത് ഒക്ടോബർ 19, 20 തീയതികളിൽ ദർശന സൗകര്യം ഒരുക്കാമെന്നാണ്. കാര്യം ഒരുപാട് സുരക്ഷാ ഏർപ്പാടുകൾ ശബരിമല ഒരു സ്ഥലത്ത് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ മുന്നൊരുക്കങ്ങളൊക്കെ ഇപ്പോൾ പോലീസ് വിലയിരുത്തി എന്നാണ് വിവരങ്ങൾ നൽകുന്നത്. ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, രാഷ്ട്രപതി ശബരിമലയിൽ എത്തും. എ വി ജയശങ്കർ വിശദാംശങ്ങളുമായി വീണ്ടും ചേരുന്നു. പറയൂ ജയശങ്കർ. SKN ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ വേദിയിൽ വെച്ചാണ് മന്ത്രി VN വാസവൻ രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനം സംബന്ധിച്ച ഒരു പ്രഖ്യാപനം നടത്തിയത്. രാഷ്ട്രപതി ഭവൻ അത്തരത്തിലൊരു താല്പര്യം അറിയിച്ചു എന്ന് മന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്തായാലും നിലവിൽ സംസ്ഥാന സർക്കാർ ഈ ഒക്ടോബർ 19, 20 തീയതികളിൽ ശബരിമല രാഷ്ട്രപതിക്ക് സന്ദർശിക്കാൻ അതിനുവേണ്ട ക്രമീകരണങ്ങൾ തയ്യാറാണെന്നൊരു അറിയിപ്പ് രാഷ്ട്രപതി ഭവനെ നിലവിൽ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ രാഷ്ട്രപതി ഭവൻ അന്തിമമായ ഒരു തീയതി നിശ്ചയിച്ചിട്ടില്ല. അടുത്ത ആഴ്ചയോടുകൂടി തന്നെ ശബരിമല സന്ദർശനത്തിനുള്ള ഒരു തീയതി നിശ്ചയിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ ഒരുക്കങ്ങളൊക്കെ തന്നെ ശബരിമല കേന്ദ്രീകരിച്ച് നിലവിൽ നടക്കുന്നുണ്ട്. പോലീസ് ഉൾപ്പെടെ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ വിലയിരുത്തിക്കൊണ്ടുവരികയാണ്. മുമ്പ് രാഷ്ട്രപതി സമാനമായ രീതിയിൽ ശബരിമല സന്ദർശനം പ്ലാൻ ചെയ്തിരുന്നു, പദ്ധതിയിട്ടിരുന്നു. ഇതിന് സുരക്ഷാ യോഗങ്ങൾ ഉൾപ്പെടെ പത്തനംതിട്ടയിൽ നടന്നിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ ഈ അതിർത്തിയിൽ വലിയ സംഘർഷം ഉണ്ടായതോടുകൂടി രാഷ്ട്രപതി ശബരിമല സന്ദർശനം മാറ്റിവെക്കുകയായിരുന്നു. രാഷ്ട്രപതിയുടെ ഏറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ശബരിമല ദർശനം എന്നുള്ളത്. അതെന്തായാലും ഒക്ടോബറിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. നിലവിൽ രാഷ്ട്രപതി ഭവൻ ഇങ്ങോട്ടേക്കാണ് സന്ദർശനം സംബന്ധിച്ച ഒരു തീയതിയും മറ്റും ചോദിച്ചത്. സംസ്ഥാന സർക്കാർ 19, 20 തീയതികളിൽ നിലവിൽ എന്തായാലും സന്ദർശനം നടത്താമെന്നൊരു അറിയിപ്പാണ് രാഷ്ട്രപതി ഭവനെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അടുത്ത ആഴ്ച തന്നെ രാഷ്ട്രപതി ഭവൻ ഇതിലൊരു തീരുമാനം സംസ്ഥാന സർക്കാരിനെ അറിയിക്കും. അതിനനുസരിച്ച് മറ്റ് ക്രമീകരണങ്ങൾ ഒരുക്കാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പും പൂർത്തിയായെന്നാണ് നിലവിൽ സ്റ്റേറ്റ് പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഉൾപ്പെടെ പറയുന്നത്. SKN എന്തായാലും രാഷ്ട്രപതി വരുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. പക്ഷേ KV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നൊരു നിയമസഭാ സാമാജികനെ നാട്ടുകാരെ പ്രതിഷേധക്കാരായിട്ട് തള്ളുകയും അദ്ദേഹത്തിനെ മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന രംഗങ്ങൾ പുറത്തു വന്നു. വളരെ പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ് ഉണ്ടായത്. കൂത്തുപറമ്പിലെ നിയമസഭാംഗവും മുൻ മന്ത്രിയുമായ KP മോഹനനെയാണ് കയ്യേറ്റം ചെയ്യാൻ നാട്ടുകാർ ശ്രമിച്ചത്. കണ്ണൂർ പെരിങ്ങത്തൂരിൽ മാലിന്യ പ്രശ്നത്തിലെ പ്രതിഷേധത്തിനിടെ MLA സ്ഥലത്തെത്തിയപ്പോഴായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഒരു നിയമസഭാ സാമാജികന് നമ്മുടെ നാട്ടിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല. സംഭവത്തിലിപ്പോൾ 25 പേർക്കെതിരെ സ്വമേധയാ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കാര്യം KP മോഹനൻ ഇപ്പോഴും പരാതി കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പിൻബലത്തോടെയല്ല ഈ പ്രതിഷേധക്കാർ ഇത് ചെയ്തത് എന്ന് വിശ്വസിക്കാനാണ് അദ്ദേഹത്തിന് താല്പര്യം. ആര് ചെയ്താലും ഇത് അത്ര ക്ഷമിക്കാവുന്ന കാര്യമല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. പെരിങ്ങത്തൂർ കരിയാട് ഡയാലിസിസ് സെന്ററിൽ നിന്ന് മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നുവെന്ന് ആരോപിച്ചായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. ഈ സമയത്താണ് അങ്കണവാടി ഉദ്ഘാടനത്തിന് MLA KP മോഹനൻ അവിടേക്കെത്തിയത്. എന്താണ് പരാതിയെന്ന് കേൾക്കാൻ പോലും തയ്യാറായില്ലെന്നും MLA ഇടിച്ചു കയറി വന്നെന്നും നാട്ടുകാരുടെ ആരോപണം. ഞങ്ങൾ വളരെ സമാധാനപരമായിട്ടാണ് ഡയാലിസിസ് സെൻ്ററിൻ്റെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇത് ഉദ്ഘാടനത്തിന് വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ പ്രതിനിധിയല്ലേ MLA, അപ്പം ഞങ്ങൾ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ അദ്ദേഹം ഒരു സന്മനസ് കാണിക്കണ്ടേ. അയാൾ ഇടിച്ചു കയറി വരികയാണ് ചെയ്തത്. അല്ലെ, സ്ത്രീകളുണ്ട്, ഗർഭിണികളുണ്ട്, കുട്ടികളുണ്ട്, ഞങ്ങളടുത്ത് ചോദിക്കണ്ടേ. ശരിക്കും ഞങ്ങളെല്ലാം ഒരു അപമാനിക്കുന്ന തരത്തിൽ അദ്ദേഹം പോയത്. അതിൽ ആ ഒരു സങ്കടം ഞങ്ങൾക്കുള്ളത്. തനിക്ക് നേരെ ബോധപൂർവം കയ്യേറ്റം നടന്നതായി കരുതുന്നില്ലെന്നാണ് MLA KP മോഹനന്റെ പ്രതികരണം. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഇനിയിപ്പം പറഞ്ഞുകൂടാ. അല്ല, പോലീസ് കേസെടുത്താൽ സഹകരിക്കണല്ലോ. പോലീസ് കേസെടുത്താൽ എന്ത് തന്നെയാലും നമ്മളോട് ചോദിക്കുമ്പോൾ ഇതൊക്കെ പറയണമല്ലോ. അല്ല, പരാതി ഞാനായിട്ട് കൊടുക്കുന്നില്ല, സോമോട്ടോ കേസ് എടുക്കുന്നില്ല, അന്നേരം അതുമായിട്ട് സഹകരിക്കും ഞാൻ. സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 25 പേർക്കെതിരെ കേസെടുത്തു. ചൊക്ലി പോലീസാണ് സ്വമേധയാ കേസെടുത്തത്.
അതേസമയം എല്ലാ നിയമങ്ങളും പാലിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് അഭയ ഡയാലിസിസ് സെന്റർ ചെയർമാൻ PK രാജൻ പ്രതികരിച്ചു. ഇതൊരു വ്യാപാര സ്ഥാപനമല്ല, പൂർണ്ണമായ ചാരിറ്റിയാണ്. കൊല്ലത്ത് 10-70 ലക്ഷം രൂപ ചിലവാക്കി ജനങ്ങളുടെ സുമനസ്സുകളുടെ എല്ലാവരുടെ പ്രവാസി സ്വാതന്ത്ര്യമാരൊക്കെ സഹായത്തോടെ നടത്തിക്കൊണ്ട സ്ഥാപനമാണ്. അങ്ങനെ ഒരു കുടിവെള്ള പ്രശ്നമുണ്ട്, അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെ ശക്തമായി ദൈത്ത റിപ്പോർട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് അധികാരികളെ നിർദ്ദേശം തരുമല്ലോ. 24 കണ്ണൂർ. മറ്റൊരു വാർത്തയിലേക്ക്. കരൂർ ദുരന്തത്തിന് തൊട്ടു മുൻപ് TVK അധ്യക്ഷന് വിജയ്ക്ക് നേരെ ചെരിപ്പെറിയുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നു. വിജയുടെ പിൻവശത്ത് നിന്നാണ് ഒരു യുവാവ് ചെരിപ്പെറിയുന്നത് കാണുന്നത്. അതേസമയം ദുരന്തത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ TVKയ്ക്കുള്ളിൽ തന്നെ ഭിന്നത തുടരുന്നു. വിജയ്ക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ചെന്നൈ സ്വദേശി മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. കരൂർ ദുരന്തത്തിൽ ഗൂഢാലോചനയുണ്ടായി എന്നാണ് TVKയുടെ വാദം. ഇതിനിടെയാണ് വിജയ് പ്രസംഗിക്കുമ്പോൾ പിന്നിൽ നിന്ന് ചെരുപ്പെറിയുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത്. ചെരുപ്പെറിയുന്നയാളെ ദൃശ്യങ്ങളിൽ തിരിച്ചറിയാനാകും. ഇയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് മൊഴിയെടുക്കാനുള്ള ശ്രമത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. Y കാറ്റഗറി സുരക്ഷയിലുള്ള വിജയ്ക്ക് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം CRPFനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപകടത്തിൽ പ്രതിരോധത്തിലായ TVKയ്ക്ക് കൂടുതൽ തലവേദനയുണ്ടാക്കുന്നതാണ് CBI അന്വേഷണത്തിൽ പാർട്ടിക്കുള്ളിലെ ഭിന്നത. CBI അന്വേഷണത്തിൽ ഗൂഢാലോചന പുറത്തുവരുമെന്നും പോലീസിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടപ്പെടുമെന്നും ആദവർജുന പറയുന്നു. എന്നാൽ CBI അന്വേഷണത്തിലൂടെ TVK വരുതിയിലാക്കാൻ BJP ശ്രമിക്കുമെന്നാണ് N ആനന്ദിന്റെ പക്ഷം. വിജയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ചെന്നൈ സ്വദേശി PH ദിനേശ് മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി നൽകി. അപകടത്തിന് കാരണക്കാരൻ വിജയ് ആണെന്ന് ആരോപിച്ചുള്ള ഹർജി കോടതി നാളെ പരിഗണിക്കും. വിജയ്ക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യം DMK നേതാക്കൾ ഉയർത്തിയെങ്കിലും തിരക്കിട്ട നീക്കം BJPക്ക് ഗുണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിലപാടെടുത്തതായാണ് റിപ്പോർട്ട്. 24 ചെന്നൈ. തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട്ട് ജില്ലാ ആശുപത്രിയിൽ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളി അടർന്നു വീണ് കൂട്ടിരിപ്പുകാരിക്ക് പരിക്കേറ്റു. OPയിൽ ഇരിക്കവെയാണ് ഈ അപകടം ഉണ്ടായത്. ഉമേഷ് ബാലകൃഷ്ണൻ അപകടത്തിന്റെ വിവരങ്ങളുമായി പ്രൈം ടൈമിൽ ചേരുകയാണ്. പറയൂ ഉമേഷ്. ഗുഡ് ഈവനിംഗ് SKN. ഇന്ന് വൈകിട്ടോടുകൂടി മുതിർന്ന തൻ്റെ ബന്ധുവിനെ കാണിക്കാൻ വേണ്ടി ആശുപത്രിയിൽ എത്തിയതായിരുന്നു. ഇവിടെയാണ് ഈ OP ബ്ലോക്കിന് സമീപത്ത് വെച്ചായിരുന്നു ഈ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്നത്. നൗഫിയുടെ കൈകൾക്കും മുതുകിനുമാണ് പരിക്കുള്ളത്. പരിക്ക് ഗുരുതരമല്ല, പക്ഷേ കൈകൾക്ക് നീരുണ്ട്. ഈ കൈ പക്ഷേ ഇതിൽ ഏറ്റവും സുപ്രധാനമായ അല്ലെങ്കിൽ ഏറ്റവും ദാരുണമായ സംഭവം ഈ കൈക്ക് പരിക്കേറ്റിട്ടും ഇത് ചികിത്സിക്കാനുള്ള ക്രമീകരണങ്ങൾ ആശുപത്രിയിൽ ഉണ്ടായിരുന്നില്ല. അതായത് എക്സ്റേ എടുക്കാൻ എക്സ്റേ മെഷീൻ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ഈ പരിക്കേറ്റ കൈയുമായി ആശുപത്രിക്ക് പുറത്ത് പോയി എക്സ്റേ എടുത്ത് തിരികെ എത്തിയാണ് ആശുപത്രി ഡോക്ടർമാരെ കാണിച്ചത്. ഇത്തരത്തിൽ ആശുപത്രിയുടെ ദയനീയ അവസ്ഥ നമ്മൾ പലപ്പോഴായി റിപ്പോർട്ട് ചെയ്തതാണ്. കാരണം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ സമാനമായ ബലക്ഷയം അടക്കമുള്ള വിഷയങ്ങളുണ്ട്. അത് കൃത്യമായി പരിഹരിച്ച് പോകുന്നില്ല. അപ്പോഴാണ് ഈ കൂട്ടിരിക്കാനെത്തിയ രോഗി കൂടി ഈ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണ് ശരീരം പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളൊരു ആശ്വാസമുണ്ട്. അപ്പോഴും ഈ പറഞ്ഞതുപോലെ പരിക്കേറ്റ് ആശുപത്രിക്ക് പുറത്തു പോയി ഈ എക്സ്റേ അടക്കം എടുത്ത് ചികിത്സ തേടേണ്ട സാഹചര്യവും ഉണ്ടായി. SKN. ഓക്കെ, താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ. അരുൺ മുട്ടട കഴിഞ്ഞ 2 ദിവസങ്ങളായി കമന്റ് ബോക്സിൽ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുക. ശബരിമല സ്വർണ്ണ വിവാദം ചൂട് പിടിക്കുന്ന സാഹചര്യത്തിൽ പ്രയാർ ഗോപാലകൃഷ്ണന് ശേഷം വന്ന എല്ലാ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റുമാരുടെയും സ്വത്ത് വിവരം അന്വേഷിക്കണമെന്നാണ് അരുൺ മുട്ടയുടെ ആവശ്യം. പ്രയാർ ഗോപാലകൃഷ്ണൻ മരിച്ചുപോയി. അദ്ദേഹം വളരെ സംശുദ്ധനായ ഒരു ഭരണാധികാരിയായിരുന്നു. എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പൊതുജീവിതവും വളരെ സുതാര്യമായിരുന്നു. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിനെ ഒഴിവാക്കി ബാക്കിയുള്ള എല്ലാ പ്രസിഡന്റുമാരെയും പിടിക്കണമെന്ന് ഈ മുട്ടട പറയുന്നത്. മുട്ടടയുടെ കാര്യം ആളുകൾ പരിശോധിക്കട്ടെ. ഭീഷണി പ്രസംഗവുമായി BJP കണ്ണൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി അർജുൻ മാവിലക്കണ്ടി. അക്രമം തുടർന്നാൽ CPIM നേതാക്കളുടെ വീടുകൾക്ക് ബോംബെറിയും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭീഷണി. CPIMന്റെ ബ്രാഞ്ച് ലോക്കൽ ഏരിയ സെക്രട്ടറിമാരുടെ വീടറിയാം, ഓരോരുത്തരുടെയും മക്കൾ എവിടെ പഠിക്കുന്നുവെന്നും അറിയാമെന്ന ഭീഷണി. നിങ്ങൾ തുടങ്ങി വെച്ച ഈ യുദ്ധം ഇത് അവസാനിപ്പിക്കുക ഞങ്ങൾ തന്നെയായിരിക്കും. ഇവിടെയുള്ള ലോക്കൽ സെക്രട്ടറി, ബ്രാഞ്ച് സെക്രട്ടറി, ഏരിയ സെക്രട്ടറി എല്ലാവരും ഞങ്ങൾക്കറിയാം. എല്ലാവരുടെ വീടുകളും ഞങ്ങൾക്കറിയാം. ഓരോരുത്തരുടെയും വീട്ടിൽ ബോംബെറിയാൻ ഞങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ മക്കൾ എവിടെ പഠിക്കുന്നു, നിങ്ങളുടെ മക്കൾ എവിടെയെല്ലാം പോകുന്നു, ഇതൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ഈ ക്ഷമ പരീക്ഷിച്ച് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ നിന്നല്ല, നിങ്ങളുടെ നെഞ്ചത്ത് നിന്ന് കണ്ണീരേൽപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അത് ഞങ്ങൾ ചെയ്യുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഓർമ്മിപ്പിക്കുകയാണ്.
വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് ശരിയാണ്. അരുൺ, ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു ഭീഷണി പ്രസംഗം ഇദ്ദേഹം നടത്തിയത്? കഴിഞ്ഞ കുറച്ചു കാലമായി കണ്ണൂർ രാഷ്ട്രീയമായിട്ടുള്ള അക്രമങ്ങളിലും കൊലപാതകങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നല്ലോ. SKN കണ്ണൂർ ചെറുകുന്നിൽ ഇന്ന് പുലർച്ചെ BJP നേതാവായിട്ടുള്ള ബിജു നാരായണന്റെ വീടിന് നേരെ ബോംബേറുണ്ടായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കണ്ണപുരത്ത് നടത്തിയ BJP പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെയാണ് ഇപ്പോൾ BJP നേതാവ് BJPയുടെ കണ്ണൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള അർജുൻ മാവിലക്കണ്ടിയാണ് ഇപ്പോൾ ഈ ഭീഷണി പ്രസംഗം നടത്തിയിട്ടുള്ളത്. അതിൽ പറയുന്നത് അക്രമം തുടർന്നാൽ CPM നേതാക്കളുടെ വീടുകൾക്ക് ബോംബെറിയും എന്നതാണ് ആ പ്രസംഗത്തിൽ പ്രധാനമായും പറയുന്നത്. കണ്ണിൽ നിന്നല്ല നെഞ്ചിൽ നിന്ന് കണ്ണീർ വീഴ്ത്തുമെന്നും ഈ ലോക്കൽ സെക്രട്ടറി, ബ്രാഞ്ച് സെക്രട്ടറി, ഏരിയ സെക്രട്ടറിമാരുടെയൊക്കെ ആ വീടുകൾ ഞങ്ങൾക്കറിയാം, അവരുടെ മക്കൾ എവിടെയാണ് പോകുന്നത്, എവിടെയാണ് വരുന്നതൊക്കെ ഞങ്ങൾക്കറിയാം. ആ രീതിയിൽ CPM അക്രമം തുടർന്നാൽ ഞങ്ങളും തിരിച്ചടിക്കും എന്ന രീതിയിലുള്ള പ്രകോപനപരമായിട്ടുള്ള ഭീഷണി പ്രസംഗമാണ് അർജുൻ മാവിലക്കണ്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ചെറുകുന്നിൽ ഒരു സംഘർഷ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ പുലർച്ചെ ഉണ്ടായ ബോംബേറിന് പിന്നാലെ BJPയുടെ പ്രതിഷേധ പ്രകടനം അവിടെ നേരത്തെയും കഴിഞ്ഞ ദിവസവും ചില പ്രാദേശികമായ വിഷയങ്ങളെ തുടർന്ന് CPM BJP നേതാക്കൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് തുടരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തുന്നുണ്ട്. അതിനിടെയാണ് BJP നേതാവിൻ്റെ ഭാഗത്ത് ഈ പ്രകോപനപരമായിട്ടുള്ള പ്രസംഗം ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. പലസ്തീൻ പ്രശ്നത്തെ അനുകൂലിച്ചുകൊണ്ട് അനി പള്ളപ്പാടിയുടെ ഒരു കാവ്യശകലം. ചോരയിൽ മുങ്ങി കത്തുന്നോർ മണ്ണിൽ നിശബ്ദരായി കേഴുന്നു, ലോകം കണ്ണടച്ചു, നിസ്സംഗമായ മൗനം ഒരു തീരാത്ത നോവായി തുടരുന്നു. പലസ്തീനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. കാര്യം പലസ്തീൻ പ്രശ്നത്തിലെ പാശ്ചാത്യ മീഡിയകൾ അവഗണിച്ചു എന്ന് പല ആളുകളും പറയുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് കൂടുതൽ സഹായം പ്രതീക്ഷിക്കുന്നുവെന്നും ഈ പലസ്തീൻ അംബാസഡർ പറയുന്നുണ്ടായിരുന്നു. ഇന്ന് മലപ്പുറത്ത് പോലീസിനെ വാഹനമിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചവരെ 35 കിലോമീറ്റർ പിന്തുടർന്ന പോലീസ് പിടികൂടി. സാഹസികമായിട്ടുള്ള ഒരു പിടികൂടൽ തന്നെയായിരുന്നു. കക്കൂസ് മാലിന്യവുമായി എത്തിയ വാഹനമാണ് പോലീസിനെ ഇടിച്ച് കടന്നു കളയാൻ ശ്രമിച്ചത്. 3 പേരെ പോലീസ് കൈയോടെ അറസ്റ്റ് ചെയ്തു. അതിൻ്റെ ദൃശ്യങ്ങളൊന്ന് കാണാം. ഇത് റിയലല്ല, റിയലാണ്. നമ്മളിത് സിനിമ രംഗമാണോ സംശയിക്കും. ചേസ് ചെയ്ത് പിടിക്കുകയായിരുന്നു പോലീസ്. സമീർ ബിൻ കരീം കൂടുതൽ വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നു. സമീർ, സാഹസികമായി ഇത്രയധികം കിലോമീറ്റർ യാത്ര ചെയ്ത് പോലീസ് പിടികൂടി. തീർച്ചയായും SKN പോലീസ് അതിസാഹസികമായി തന്നെയാണ് പ്രതികളെ പിടികൂടിയത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത്. തിരൂർ പോലീസ് തിരൂർ ടൗണിൽ പതിവ് വാഹന പരിശോധന നടത്തുകയായിരുന്നു. ആ ഒരു സമയത്താണ് കക്കൂസ് മാലിന്യവുമായി ഒരു വാഹനം അതുവഴി കടന്നു വരുന്നത്. പോലീസ് ഈ വാഹനത്തിന് കൈ കാണിച്ചപ്പോൾ നിർത്താൻ തയ്യാറായില്ല. ഇതോടുകൂടിയാണ് പോലീസിന് ഒരു സംശയം ബലപ്പെടുകയും പോലീസ് ഈ വാഹനത്തെ പിന്തുടരാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഈ കൈ കാണിച്ച SIക്ക് നേരെ ഈ വാഹനം നേരെ കയറ്റാൻ ശ്രമിക്കുകയും അപായപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ വാഹനത്തിനാണെങ്കിൽ നമ്പർ പ്ലേറ്റും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇതോടുകൂടിയാണ് പോലീസ് ഈ വാഹനത്തെ പിന്തുടരാൻ വേണ്ടി തീരുമാനിക്കുന്നു. താനൂർ പരപ്പനങ്ങാടി പോലീസിന്റെ കൂടി സഹായത്തോടു കൂടി അതുവഴിയാണ് ഈ വാഹനം കടന്നു പോകുമ്പോൾ പോലീസിന്റെ സഹായം കൂടി ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെ ചാലിയത്ത് വെച്ചാണ് പോലീസ് ഈ വാഹനത്തെ പിടികൂടുന്നത്. 35 കിലോമീറ്ററാണ് പോലീസ് ഈ വാഹനത്തെ സാഹസികമായി പിന്തുടരുകയും ഒരു തരത്തിലും വിട്ടുകൊടുക്കാൻ തയ്യാറാവുകയും ചെയ്യാതെ അങ്ങനെ പോലീസ് ചാലിയത്ത് വെച്ചാണ് ഈ വാഹനം പിടികൂടിയിരിക്കുന്നത്. വാഹനത്തിലുണ്ടായിരുന്ന 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പ്രധാനമായും ചാപ്പനങ്ങാടി സ്വദേശി മുഹമ്മദ് റാഫി, അങ്ങാടിപ്പുറം സ്വദേശി ഫൗസാൻ, കടുങ്ങാപുരം സ്വദേശി ജംഷീർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരൂർ DYSP AJ ജോൺസന്റെ കൂടി നിർദ്ദേശപ്രകാരമാണ് പോലീസ് ഇത്തരമൊരു സാഹസികമായി പിടികൂടലിലേക്ക് കടന്നത്. SKN. ഓക്കെ, താങ്ക് യു. നേരത്തെ പറഞ്ഞ അപകടത്തിൻ്റെ വാർത്തയിലേക്കാണ്. മധ്യപ്രദേശിൽ ട്രാക്ടർ ട്രോളി തടാകത്തിലേക്ക് മറിഞ്ഞ് 10 പേർ മരിച്ചു. ഖണ്ഡ്വ ജില്ലയിലാണ് ഈ അപകടം ഉണ്ടായത്. പാന്താനയിലാണ് ശരിക്കും നടന്നത്. ദുർഗ നിമഞ്ജന പൂജയിൽ പങ്കെടുക്കാൻ പോയ ആളുകളാണ് അപകടത്തിൽപ്പെട്ടത്. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, വിശദാംശങ്ങൾ. SKN, ദാരുണമായ ഒരു അപകടമാണ് മധ്യപ്രദേശിലെ ഖണ്ഡ്വ ജില്ലയിലെ പാന്താനയിൽ നടന്നത്. ഇന്ന് വൈകിട്ട് ഈ പൂജകൾക്ക് ശേഷം ദുർഗ
നിമഞ്ജന പൂജയിൽ പങ്കെടുക്കാൻ പോയവരാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഈ പൂജയിൽ പങ്കെടുക്കാനായി ഒരു ട്രാക്ടർ ട്രോളിയിലായിരുന്നു 2 ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകൾ. അതിൽ ഭൂരിഭാഗവും സ്ത്രീകളും ചെറിയ കുട്ടികളുമാണ് ഉണ്ടായിരുന്നത്. ഇവർ സഞ്ചരിച്ചിരുന്ന ട്രോളി ഒരു കൽവർത്തിന് മുകളിൽ നിർത്തിയിട്ട സമയത്ത് അതിന്റെ ബാലൻസ് തെറ്റി തടാകത്തിലേക്ക് മറിയുകയായിരുന്നു. ഈ അപകടം അറിഞ്ഞ ഉടൻ തന്നെ സമീപത്തുള്ള നാട്ടുകാരും മറ്റും രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. 10 മൃതദേഹങ്ങൾ ഈ തടാകത്തിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. പ്രദേശത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പ്രധാനമായും ഈ ട്രോളി താഴെ വീണ ആളുകൾക്ക് മുകളിലേക്കാണ് മറിഞ്ഞത്. ഒപ്പം തന്നെ ഈ ട്രോളിയിൽ ഉണ്ടായിരുന്ന കൂടുതലും കുട്ടികളും സ്ത്രീകളും ആയതുകൊണ്ട് തന്നെ അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഈ അപകടമുണ്ടായത് ഉടൻ തന്നെ എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ പോലീസും മറ്റ് ഉദ്യോഗസ്ഥരും എത്തി രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുകയാണ്. SKN. സർക്കാരുമായി അടുക്കുന്നതിലെ വിവാദങ്ങൾ തുടരുന്നതിനിടെ നിലപാട് ആവർത്തിച്ച് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. NSS രാഷ്ട്രീയമായി സമദൂരത്തിലാണ്, പക്ഷേ സമദൂരത്തിൽ ശരിദൂരം കണ്ടെത്തിയെന്നും ജി സുകുമാരൻ നായർ പറയുന്നു. NSSനെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും BJPയും ആക്കാൻ ആരും ശ്രമിക്കരുത്. ആഗോള അയ്യപ്പ സംഗമത്തിലെ NSS സാന്നിധ്യം രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമം നടക്കുന്നതെന്നും ജി സുകുമാരൻ നായർ പറഞ്ഞു. സമദൂരത്തിൽ കഴിയുന്ന നായർ സമുദായത്തെ സമൂഹത്തിൽ കഴിയുന്ന എത്രയോ ലക്ഷക്കാരന് സമുദായങ്ങൾ സ്ത്രീകളുണ്ട്. അവരെ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ BJPയോ ആക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. സെക്രട്ടറി ന്യായീകരിക്കാൻ പാടുപെടുന്ന പോലെ ഉണ്ടോ കാര്യങ്ങൾ? കാരണം പല മേഖലകളിൽ നിന്ന് അദ്ദേഹത്തിനെതിരെ പ്രതിഷേധങ്ങൾ വരുന്നുണ്ടല്ലോ ഇപ്പോൾ. അതായത് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ ഒരു വ്യക്തത വരുത്തുകയാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാൻ സാധിക്കുന്നത്. ഇന്ന് വിജയദശമി സംഗമമാണ് ചങ്ങനാശ്ശേരിയിൽ പെരുന്നയിൽ നടന്നത്. ആ യോഗത്തിലാണ് ഈ നിലപാട് മാറ്റത്തിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചതിലുള്ള ഒരു വ്യക്തത അദ്ദേഹം വരുത്തിയത്. NSSനെ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ BJPയോ ആക്കാൻ ആരും ശ്രമിക്കേണ്ട വിഷയാധിഷ്ഠിതമായിട്ടുള്ള നിലപാടാണ്. അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി വരെ കേസ് നടത്തുന്ന ആൾക്കാരാണ് NSS. അപ്പോൾ ഇന്നിപ്പോൾ സർക്കാർ നിലപാട് മാറ്റി ആചാര സംരക്ഷണത്തിന് വേണ്ടി സർക്കാർ തയ്യാറായ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു പിന്തുണ നൽകാൻ തയ്യാറായത്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. NSS ആണ് ഈ വിഷയത്തിൽ ആദ്യം പ്രതിഷേധവുമായിട്ട് ഇറങ്ങിയത്. അതിനുശേഷമാണ് മറ്റുള്ളവർ രംഗത്ത് വന്നത്. അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾക്കടക്കം വിമർശനമുണ്ട്. ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. എന്നാൽ മാധ്യമങ്ങൾ അത് വഷളാക്കുകയാണ്. ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ദൃശ്യമാധ്യമങ്ങളെ തന്നെയാണ് അദ്ദേഹം വിമർശിക്കുന്നത്. ഇത്തരത്തിലുള്ള ചെറിയ സംഭവങ്ങൾ അത് വലുതാക്കി കാണിക്കാൻ ശ്രമിക്കുന്നു എന്നടക്കമുള്ള വിഷയങ്ങൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട് എന്നൊരു സംശയമുണ്ട്. മാന്യമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്, അടിയുറപ്പുള്ള ഒരു സംഘടനയാണ് മന്നത്ത് പത്മനാഭൻ രൂപീകരിച്ചത്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് ശക്തമായി തന്നെ മുന്നോട്ട് പോകും. കേവലം ലാഭേച്ഛയ്ക്ക് വേണ്ടി ആരെങ്കിലും അത് തകർക്കാൻ ശ്രമിച്ചാൽ അത് വിലപ്പോകില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ഇതൊരു വിഷയാധിഷ്ഠിതമായിട്ടുള്ള പിന്തുണയാണെന്ന് അംഗങ്ങളോട് വ്യക്തമാക്കുന്ന ഒരു പ്രസംഗമാണ് ഇന്നും സുകുമാരൻ നായർ നടത്തിയിരിക്കുന്നത്. ഓക്കെ, ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കുരുക്ക് മുറുകുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ശനിയാഴ്ച ചോദ്യം ചെയ്യും. താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദീകരിക്കുന്നത്. ഇതിനിടെ കൂടുതൽ വെളിപ്പെടുത്തലുമായി സഹ സ്പോൺസർമാരും രംഗത്ത് വന്നു. അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിനായി നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയത്. താൻ നിരപരാധിയാണെന്നും തന്റെ ഭാഗം ശരിയോ തെറ്റോ എന്ന് കോടതി തീരുമാനിക്കുമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി. വിവാദത്തിൽ കൂടുതൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി തയ്യാറായില്ല. എന്റെ പക്ഷം, എന്റെ ഭാഗം ശരിയോ തെറ്റെന്ന് കോടതി തീരുമാനിച്ചു. ദേവസ്വം വിജിലൻസ് അതിന്റെ അന്വേഷണമൊക്കെ നടത്തി അതിന്റെ കുറ്റക്കാരും തെളിവും ശരിയും തെറ്റും ഒക്കെ മനസ്സിലാക്കുന്ന സമയം നിങ്ങൾക്ക് വ്യക്തമായിട്ട് ലൈവായിട്ട് ഒരു മറുപടി ഞാൻ തരാം. ഞാനൊരു തെറ്റുകാരനല്ല, എന്നെ കോടതി ശിക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് ഒരു സ്വകാര്യത എന്നുള്ള രീതിയിലുള്ള ഒരു അന്തസ് കീപ്പപ്പ് ചെയ്യാനുള്ള അവസരം മീഡിയ എല്ലാവരും എനിക്ക് തരണമെന്നാണ് എന്റെ റിക്വസ്റ്റ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഗുരുതര കണ്ടെത്തലുകളിലാണ് ദേവസ്വം വിജിലൻസ്. സ്വർണം പൂശുന്നതിനും അന്നദാനത്തിന്റെ പേരിലും ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാപക പണപ്പിരിവ് നടത്തി. മറ്റ് സംസ്ഥാനങ്ങളിലും പണപ്പിരിവ് നടത്തി.
സ്വർണ്ണപ്പാളി ബംഗളൂരുവിൽ കൊണ്ടുപോയതും പണപ്പിരിവിന്റെ ഭാഗമാണെന്നാണ് സംശയിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ ശബരിമല കേന്ദ്രീകരിച്ചുള്ള ഇടപാടുകൾ വിജിലൻസ് പരിശോധിക്കും. അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ശബരിമല ശ്രീകോവിൽ വാതിൽ എന്ന പേരിൽ ബംഗളൂരുവിലെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തിച്ച് പൂജിച്ചെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിനിടെ തങ്ങൾക്ക് ലഭിച്ചത് ചെമ്പുപാളി എന്ന വെളിപ്പെടുത്തലുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹസ്പോൺസർ അനന്ത സുബ്രഹ്മണ്യനും രംഗത്തെത്തി. ദ്വാരപാലക ശില്പം പൊതിയാൻ സ്വർണം കൊടുത്തു എന്ന് മറ്റൊരു സഹസ്പോൺസർ രമേശ് റാവുവും പറഞ്ഞു. ದ್ವಾರಕ ಬಾಲಕ ಇದು இருக்குது ರಮೇಶ, ಅದು ಗೋಲ್ಡ್ பண்ணணும்னு சொல்லிங்கிறாங்க. உங்களுக்குள்ள என்னதான் ಹೇಳೋದು சார், நான் கம்மிட் ஆக மாட்டேன், என்கிட்ட எவ்வளோ நான் கொடுக்குறேன் சார். அதை பற்றி நம்மளுக்கு எதுவுமே தெரியாது சார். அது காப்பரா കബ്ബിനാവാ സ്റ്റീലാ അലുമിനിയമാ നമ്മൾക്ക് എതുമേ தெரியாது. ശനിയാഴ്ച പോറ്റിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. 24 തിരുവനന്തപുരം. അമേരിക്കയിലെ ഭാഗിക അടച്ചുപൂട്ടൽ 2ാം ദിവസത്തിലേക്ക് കടന്നു. സർക്കാർ ജീവനക്കാരുടെ കൂട്ട പിരിച്ചുവിടൽ നാളെ തുടങ്ങുമെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു. ധനാനുമതി ബിൽ നാളെ വീണ്ടും സെനറ്റിൽ അവതരിപ്പിക്കും. ഡെമോക്രാറ്റുകൾ വഴങ്ങിയില്ലെങ്കിൽ അടച്ചുപൂട്ടൽ നീണ്ടേക്കുമെന്നാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്നും വരുന്ന സൂചന. ഒബാമ കെയർ ആരോഗ്യ ഇൻഷുറൻസ് സബ്സിഡി തുടരണമെന്ന ഡെമോക്രാറ്റ് ആവശ്യം റിപ്പബ്ലിക്കൻ പാർട്ടി പരിഗണിക്കാതിരുന്നതിനെ തുടർന്നാണ് ധനാനുമതി ബില്ലുകൾ സെനറ്റിൽ പാസാക്കാൻ കഴിയാതെ പോയത്. ഇതേ തുടർന്നാണ് ഇന്നലെ മുതൽ സർക്കാർ സേവനങ്ങൾ അമേരിക്കയിൽ ഭാഗികമായി അടച്ചുപൂട്ടിയത്. ധനാനുമതിക്കായി ഇന്നലെ സെനറ്റിൽ നടന്ന വോട്ടെടുപ്പും പരാജയപ്പെട്ടു. അതിർത്തി സുരക്ഷ, വ്യോമയാനം, ഗതാഗതം, ആരോഗ്യമേഖല ഒഴികെയുള്ള സർക്കാർ സേവനങ്ങളെല്ലാം ഇന്നലെ മുതൽ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ശമ്പളം കൊടുക്കാൻ പണമില്ലാതായതോടെ 7.5 ലക്ഷത്തോളം ജീവനക്കാർ നിർബന്ധിത അവധിയിൽ പ്രവേശിച്ചു. അവശ്യ സേവന മേഖലകളിലുള്ളവർ ശമ്പളരഹിതരായാണ് പ്രവർത്തിക്കുന്നത്. ഡെമോക്രാറ്റുകളുടെ ഭരണത്തിനു കീഴിലുള്ള ന്യൂയോർക്കിലെ അടിസ്ഥാന സൗകര്യ പദ്ധതികളായ ഹഡ്സൺ ടണൽ പദ്ധതിക്കും സെക്കൻഡ് അവന്യൂ സബ്വേക്കുമായുള്ള $18 ബില്യൺ ധനസഹായം ഇന്നലെ വൈറ്റ് ഹൌസ് മരവിപ്പിച്ചു. ഷട്ട്ഡൌൺ നീണ്ടുപോയാൽ കൂട്ടപ്പിരിച്ചുവിടൽ ആവശ്യമായി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാളെ ധനാനുമതി ബിൽ വീണ്ടും സെനറ്റിൽ അവതരിപ്പിക്കുമ്പോൾ 7 ഡെമോക്രാറ്റുകളുടെ പിന്തുണ ഉറപ്പാക്കാനായാൽ ഷട്ട്ഡൌൺ പിൻവലിക്കപ്പെടും. സർക്കാർ സേവനങ്ങൾ തടസ്സപ്പെടുന്നതിൽ ജനങ്ങൾക്ക് വലിയ അസംതൃപ്തിയുണ്ടാകുമെന്നതിനാൽ അടച്ചുപൂട്ടൽ നീട്ടിക്കൊണ്ടുപോകാൻ ഇരു പാർട്ടികളും ആഗ്രഹിക്കുന്നില്ല. ഇന്റർനാഷണൽ ഡെസ്ക് 24. മിസിസ് കേരളയുടെ 7ാം പതിപ്പിന് വേദിയാകാൻ ഒരുങ്ങുന്നു ആലപ്പുഴ. ശനിയാഴ്ച ആലപ്പുഴ കാമലോട്ട് ഹോട്ടലിൽ നടക്കുന്ന ഗ്രാൻഡ് ഫിനാലെയിൽ 34 പേർ പങ്കെടുക്കുന്നു. ഫ്ലവേഴ്സ് ടെലിവിഷനാണ് മിസിസ് കേരള 7ാം പതിപ്പിന്റെ മീഡിയ പാർട്ണർ. 3000-ഓളം അപേക്ഷകരിൽ നിന്നാണ് 34 പേർ തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരളത്തിൽ നിന്നുള്ളവരെ കൂടാതെ വിദേശ രാജ്യങ്ങളിൽ സ്ഥിരതാമസമാക്കിയ മലയാളികളും മിസിസ് കേരള 7ാം പതിപ്പിന്റെ ഭാഗമാണ്. മത്സരാർത്ഥികളുടെ ഗ്രൂമിംഗ് ആലപ്പുഴയിൽ പുരോഗമിക്കുന്നു. എസ്പാനിയോ ഇവന്റ്സും പരസ്യ ഏജൻസിയായ ബ്ലാക്ക് ആൻഡ് വൈറ്റ്സ് ക്രിയേഷൻസുമാണ് മിസിസ് കേരളയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. എസ്പാനിയോ ഇവന്റ്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ A.T. അൻവർ, മിസിസ് കേരള ബ്രാൻഡ് അംബാസിഡറും 2017 ടൈറ്റിൽ വിന്നറുമായ സജിന സലീം, കൊറിയോഗ്രാഫറും ഗ്രൂമറുമായ ദാലു കൃഷ്ണദാസ് എന്നിവരും മിസിസ് കേരളയ്ക്കായി സദാസമയം പ്രവർത്തിക്കുന്നു. സാധാരണ ഒരു ബ്യൂട്ടി പാജന്റ്, ഇപ്പം നമ്മൾ വലിയ വലിയ ബ്യൂട്ടി പാജൻസിൽ പോകുമ്പം അവരുടെ ഹൈറ്റ്, വെയിറ്റ്, കളർ അങ്ങനെ കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. പക്ഷേ ഈ ഒരു ബ്യൂട്ടി പാജൻറ്റിൽ നമുക്ക് എല്ലാം ബ്യൂട്ടി വിത്ത് ബ്രെയിൻ എന്ന് പറഞ്ഞ പോലെ ആർക്കൊക്കെയാണോ ആഗ്രഹമുള്ളവർക്കെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വേദിയാണ് മിസിസ് കേരള. സൗന്ദര്യം മാത്രമല്ല, സൗന്ദര്യത്തിനോടൊപ്പം ബുദ്ധിയും. വീട്ടമ്മമാർ മുതൽ സർക്കാർ ജീവനക്കാരും വിദേശ രാജ്യങ്ങളിലെ വൻകിട കമ്പനികളിൽ ജോലി ചെയ്യുന്നവരും ഉൾപ്പെടെ മത്സരാർത്ഥികൾ. ഞാൻ ഈ ഒരു ഇവൻറ്റിൽ വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് ഇയർ ഞാൻ 40 ഇയേഴ്സായി. അപ്പോൾ 40 ഇയേഴ്സ് ആകുമ്പോഴത്തേക്കും എല്ലാവരും ഡ്രീംസിൻ്റെ ഒരു എൻഡ് എന്നൊക്കെ വിചാരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഐ തോട്ട് ഐ ബ്രേക്ക് നോഷൻസ് ആൻഡ് സ്റ്റാർട്ട് സംതിങ് ന്യൂ. എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു ഇതിൻ്റെ അകത്തേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വന്നതിൽ വളരെ എക്സൈറ്റഡ് ആണ്. ഐ വിൽ ഡു ബെറ്റർ. ശനിയാഴ്ച ആലപ്പുഴ കാമലോട്ട് ഹോട്ടലിലാണ് ഗ്രാൻഡ് ഫിനാലെ. 24 ആലപ്പുഴ. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.